ഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന സൃഷ്ടിയിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നമുക്ക് തുടർന്ന് ദൈവവചനം നൽകുന്നത് അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് കൊല്ലം അവറുകളാണ്. കർത്താവിൻ്റെ സന്നിധാനം ശക്തമായി പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവവൃത്യനാണ്. പ്രൈസ് ഹല്ലേലൂയ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ദൈവവചനം സൂക്ഷിക്കും. ദൈവദാസനെ ഹല്ലേലൂയ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. അതിനു മുൻപായി ഒരു ഗാനം കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം ദൈവദാസൻ ദൈവവചനമായി കടന്നു വരും. പ്രാർത്ഥനയോടെയാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അത് ആ സ്ഥാനങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ ചേർന്ന് പറയാം. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ മാറുകില്ല. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തൽ. ചേർന്ന് പറയാം. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി ആരുമില്ല. ആമേൻ. നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി മറ്റാരുമില്ല. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ യേശുവേ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ. അതു മഞ്ഞു പോലെ, അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ട് മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ട്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീളം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീളം ചിന്തി വീണ്ടെടുത്തല്ലോ. ഓ നിത്യതയോളം നടത്തിയിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളം നടത്തിയിടുവാൻ യേശുവേ. ചേർന്ന് പാടാം. എന്നോടുള്ള നിന്റെ ദയ, ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ. അതു മഞ്ഞു പോലെ, അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. പർവ്വതം മാറിയാലും, പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ. അമ്മ തൻ ഉദരത്തിൽ, അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ,
നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. ഓ നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി മറ്റാരുമില്ല. നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി മറ്റാരുമില്ല. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. എന്നോടുള്ള ചേർന്ന് പറയാം, എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ, എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ അത് മഞ്ഞു പോലെ, അതു മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ, പർവ്വതം മാറിയാലും, ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ, പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുമാറുകയില്ല. അവന്റെ കൃപ എന്റെ കൂടെ ഇരിക്കും. യേശുവിന്റെ നാമം. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ, യേശുവേ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ അവന്റെ കൃപ എത്ര വലിയത്. അത് പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ജീവിതാവസാനം വരെ എന്റെ കൂടെ ഇരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയക്കായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ആ വായികളെല്ലാം തുറന്നുകൊണ്ട് സ്തുതിയും സ്തോത്രവും ആരാധനയും ആ കർത്താവിന് അർപ്പിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അമ്മ തന്റെ ഉദരത്തിൽ എന്നെ കണ്ട കർത്താവ്, എന്നെ നിത്യതയോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ്, അന്ത്യത്തോളം കാൽ വഴുതാതെ എന്നെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്, ഇന്ന് പകലിൽ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ മൗനമായിരിക്കാതെ വായികളെ തുറന്നുകൊണ്ട് അവൻ എന്റെ ഭാവിയെ കരുതുന്ന ദൈവമാണ്, എന്റെ ആശങ്കകളെ മാറ്റുന്ന ദൈവമാണ്, എന്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്, സ്വസ്ഥത തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഓ റബനബലബല ശബ്ദരാധികനബല റീഖനബലബലബലബല ശബ്ദരേ. എനിക്ക് പ്രശ്നങ്ങളല്ല വലുത്, എനിക്ക് ഭാരങ്ങളല്ല വലുത്, എന്റെ പ്രയാസങ്ങളല്ല വലുത്, എനിക്ക് എന്റെ യേശുവാണ് വലുത്. ഇന്ന് പകലിൽ മൗനമായിരിക്കാതെ ആ കർത്താവിനെ, ആ രാജാധിക രാജാവായ കർത്താവിനെ, അത്ഭുത മന്ത്രിയായ കർത്താവിനെ, നിത്യരാജാവായ നിത്യപിതാവായ കർത്താവിനെ വായികളെല്ലാം തുറന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിന്റെ അവസ്ഥകൾക്ക് യേശു മാറ്റം വരുത്തും. അവൻ നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി തരും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ റമനബലബല ശബ്ദരാധികനബല റീഖനബല. ആരാധിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ തന്റെ ജനത്തിന്റെ ഇടയിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഓ റിവനബലബല ശബ്ദരാധികനബല റീഖനബലബല. എല്ലാ ഭാരങ്ങളും മാറിപ്പോട്ടെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഓ റമനബലബല ശബ്ദരാധികനബല റീഖനബലബലബല ശബ്ദരേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചേർന്ന് പാടിയതുപോലെ ദൈവത്തിന്റെ ദയ എത്ര വലുതാണ്, ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. അത് മഞ്ഞു പോലെ എൻ്റെ മേൽ പെയ്യും, അത് മാരി പോലെ എൻ്റെ മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. ദൈവത്തിന്റെ ദയ അത് എന്നെ വിട്ടു മാറുകയില്ല. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ എന്നെ കണ്ട കർത്താവ്, നിത്യതയോളം എന്നെ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആരെല്ലാം വാക്കുമാറ്റി പറഞ്ഞാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും നരയോളം എന്നെ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് അത് എൻ്റെ കൂടെയുണ്ട്. നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകയും. കർത്താവിനോടൊന്ന് പറയുമോ? പോകല്ലേ,
പോകല്ലേ കടന്നെന്നേ നീ പ്രിയ. യേശു നിന്നെ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഓ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കൂ എന്നെ. ചേർന്ന് വിളിക്കാം, യേശുനാഥ, യേശുനാഥ, എന്നാപേക്ഷ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകൻ. യേശു നിന്നെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുനാഥ, യേശുനാഥ, എന്നാപേക്ഷ മറ്റുള്ളവരെ ദർശിക്കുമ്പോ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്റെ. നിൻ കൃപാസനത്തിന്റെ മുൻപിൽ, നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ. എന്റെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോ നീ സഹായി. അങ്ങനെയെങ്കിൽ ചേർന്ന് വിളിക്കാം, യേശുനാഥ, യേശുനാഥ, എന്നാപേക്ഷ അപ്പാ. മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്റെ. ഒരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് വിളിക്കാം, യേശുനാഥ, യേശുനാഥ, എന്നാപേക്ഷ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നെയും. മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നെയും. ഇന്ന് പകലിലും ആരും വിഷമിക്കേണ്ട. മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ യേശു നിങ്ങളെ നോക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി തരും. കരയണ്ട, നിലവിളിക്കേണ്ട. നിന്റെ കരച്ചിൽ കണ്ട് മറികടക്കാത്ത ഒരു കർത്താവുണ്ട്. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് നമുക്ക് മറുപടി തരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ നിമിഷത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ ഇന്നത്തെ ഈ സെക്ഷനിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിദൂരങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും, എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, അനുഗ്രഹീതാത്മീയ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ ഭക്തന്മാർ, ഭക്തമതികൾ ഏവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. നെഹമ്യാവിൻ്റെ ജീവിതത്തെ ആസ്പദീകരിച്ചാണല്ലോ തുടർമാനമായ ചിന്തകൾ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യവും ആവർത്തനം 30-ാം അധ്യായം 3-ാം വാക്യവും ചേർത്ത് ചിന്തിക്കാനാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ.
ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹീതമായ 2 വേദഭാഗങ്ങളാണ് വായിച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ആഴമായ ചിന്തകൾ ഈ 100 മണിക്കൂറുകൾ കൊണ്ട് എല്ലാ കേൾവിക്കാരുടെ മൃതകണ്ഠങ്ങളിൽ വീഴുമെന്ന് ഉറപ്പാണ്. ഇവിടെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തല വിവരണം എനിക്ക് മുൻപായി കർത്താവിൻ്റെ ദാസന്മാർ നൽകിക്കഴിഞ്ഞു. ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന ജനം ഒന്നാമതായി BC 538 സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു കൂട്ടം 10,000 പേർ ഉൾപ്പെടുന്ന ഒരു ചെറിയ കൂട്ടം എത്തപ്പെട്ടു. അത് അർത്ഥശിഷ്ട രാജാവ് ഒന്നാമൻ്റെ വാഴ്ചയിലാണ്. ആ വരവിൽ ഏറെ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നു. ആലയത്തിന് അടിത്തറയിട്ടു എങ്കിലും പണി തുടങ്ങിയ ഉടനെ തന്നെ നിർത്തിക്കുന്ന തരത്തിൽ പ്രതിസന്ധികൾ രൂക്ഷമായി. അങ്ങനെ ഇരിക്കവേ ദാര്യാവേശ്യൻ്റെ കാലഘട്ടത്തിലാണ് ഹഗ്ഗായി, സെക്കരിയാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ആ പണിയും പൂർത്തീകരിക്കപ്പെട്ടു. ചരിത്രം രേഖപ്പെടുത്തുന്നു BC 516 പണി കഴിഞ്ഞു ആലയത്തിൻ്റെ. രണ്ടാമത്തെ കൂട്ടം ആത്മീയ നവോത്ഥാനത്തിന് വേണ്ടി BC 458 എസ്രായുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു വരുന്ന ജനമാണ്. ഇങ്ങനെ 2 കൂട്ടം കടന്നു വന്ന് യെരുശലേമിലെത്തി. യെരുശലേമിൽ അവരുടെ ആത്മീയമായ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ എതിർപ്പുകൾ പലതുണ്ടായി. എതിർപ്പുകൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആ എതിർപ്പുകളുടെ ശക്തികൾ പേരുവിവരങ്ങൾ സഹിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കേവലം വ്യക്തികളെക്കാൾ കൂടുതൽ അവർക്ക് പിൻപിൽ അണിനിരക്കുന്ന ഒരു കൂട്ടം സംഘബലമുണ്ട്. അങ്ങനെയുള്ള വലിയൊരു കൂട്ടം എതിർപ്പിൻ്റെ മധ്യയാണ് ദൈവമക്കൾ അവിടെ ആയിരിക്കുന്നത്. ഈ സമയത്ത് കൊട്ടാരത്തിൻ്റെ സുഖകരമായ സൗകര്യങ്ങളിൽ കഴിയുന്ന നെഹമ്യാവിൻ്റെ അരികിലേക്ക് ഹനാനി എന്ന് പറയുന്ന ആ സുഖവിവരത്തെ തുടർന്നാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആരംഭം. അവിടെ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് രേഖപ്പെടുത്തുന്നത്. അവിടെ യെരുശലേമിലുള്ള ജനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് അവിടെ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ആയിരിക്കുന്നു. മാത്രമല്ല യെരുശലേമിൻ്റെ മതിൽ തീ വെച്ച് വെന്തെരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥിതിയുടെ നടുവിൽ ഭക്തൻ്റെ പ്രാർത്ഥനയാണ് നാം വായിച്ചത്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം മഹാകഷ്ടത്തിൽ കിടക്കുന്ന ജനത്തിന് ഒരു ധാരണ ഉണ്ടാകണം. തിരുവെഴുത്തിൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യം അതാണ്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ആഴമേറിയ ഒരു ആവശ്യവും പ്രാർത്ഥനയുടെ തുടക്കവും അവിടെയുണ്ട്. നെഹമ്യാവ് അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജനത്തിൻ്റെ മഹാകഷ്ടമൊന്നൊഴിയണം, അവരുടെ അപമാനമൊന്നു മാറണം. ഇന്നും പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് അവരുടെ വ്യക്തിപരമായ ആഗ്രഹവും ആവശ്യവും അന്വേഷിച്ചാൽ അവർക്കേറിയ പങ്ക് പറയാനുള്ളത് ഈ കഷ്ടത ഒന്ന് മാറണം, ഈ പ്രതിസന്ധി ഒന്ന് പരിഹരിക്കപ്പെടണം. ഇവിടെ ജനവും വലിയൊരു കഷ്ടത്തിലും അപമാനത്തിലും കഴിയുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തൻ. അപ്പോൾ ആരംഭത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 95-ൻ്റെ 6-ാം വാക്യമാണ്. വരുവീൻ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. എന്തുകൊണ്ട് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു? ശരിക്കും തൻ്റെ ആ പ്രാർത്ഥനയുടെ ആവശ്യം, തൻ്റെ ആഗ്രഹം അത് നേരിട്ട് രാജാവിനോട് അറിയിക്കുന്നതിന് മുന്നമേ താൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നതിൻ്റെ കാരണം രാജാവിനോട് ഇടപെടാൻ കെൽപ്പുള്ള ഒരുവൻ്റെ മുൻപിലാണ് നെഹമ്യാവ് മുഴങ്കാൽ മടക്കുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനം പറയുന്ന വാക്ക് നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഇന്ന് ഈ പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരോട് ആത്മാവിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരത്തിന്, കഷ്ടതയിൽ നിന്നുള്ള ഒരു രക്ഷയ്ക്ക് പല
വഴി തേടി അലയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾ ആരുടെ മുൻപിലും മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ചരിത്രത്തിൻ്റെ രേഖകളിലൂടെ കണ്ണുപിടിച്ചാൽ വേദപുസ്തകം ഉറപ്പിക്കുന്ന ഏറ്റവും അലംഘിതമായ വ്യക്തമായ ദൈവവചനത്തിൻ്റെ കൽപ്പനയുടെ ഭാഗമാണത്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവൻ ഒരു ലോകമനുഷ്യൻ്റെ മുൻപിലും മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കരയുന്നവൻ ലോകത്തൊരു മനുഷ്യൻ്റെ മുൻപിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് മടങ്ങുന്നൊരു മുഴങ്കാലും ഒരു പ്രാർത്ഥനയുടെ മുറിയുമുണ്ടെങ്കിൽ ഏതു വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും. ഇന്ന് പകൽ ആത്മനിറവോടെ പ്രാർത്ഥനാ മുറി സജ്ജീകരിക്കുന്നവരെ പ്രതിസന്ധിക്കും മീതെ നിങ്ങളെ നിർത്താൻ കെൽപ്പുള്ളവൻ ഇന്ന് പകൽ നിങ്ങളോട് ഇടപെടുന്ന പകലാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ ഉള്ള ഗുണങ്ങൾ വിവിധങ്ങളാണ്. അതിന് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. ഗത്സമേനയുടെ വിരിമാറിൽ കർത്താവ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം 18:5 യേശു ശിഷ്യഗണങ്ങളുമായി നിൽക്കുന്ന വേള പിടിക്കാൻ വന്നവർ മുൻപിൽ നിന്നുകൊണ്ട് ചോദിക്കുക. യേശുവിനെ തേടിയുള്ള വന്നവരുടെ ഇടപെടലുകളാണ്. അവരുടെ മുൻപിലുള്ള യൂദയുടെ സ്നേഹപൂർവമായ ഇടപെടലുകളാണ്. ഇതെല്ലാം നടക്കുമ്പോൾ നസ്രായൻ്റെ ചോദ്യം, നിങ്ങൾ ആരെ തിരിയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ തിരിയുകയാണ്. അതിന് മറുപടി കർത്താവ് പറഞ്ഞു, അത് ഞാൻ തന്നെ. ആ വാക്ക് കർത്താവ് പറയുമ്പോൾ തന്നെ പിടിക്കാൻ വന്ന ചേവകന്മാർ വേച്ചു വിറച്ചു വീണു. എങ്കിൽ ഇന്ന് പകൽ ഒരു ആത്മീക സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം. ഇന്ന് പകൽ ചില പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ മുട്ടുമടക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ ആദ്യം മുട്ടുമടക്കുക. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന നിന്റെ മുൻപിൽ വീഴാത്തൊരു പ്രതികൂലങ്ങളുമില്ല. ഇന്ന് പകൽ കാലം കർത്താവ് അത് മാതൃക കാട്ടിയെങ്കിൽ ഇന്ന് പകൽ ആത്മീയരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. ദാനിയേലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദാനിയേലിനെതിരെ എഴുതപ്പെട്ട രേഖ, ഒരു മാസം മുഴുവനും തനിക്കെതിരെ തലപൊക്കി നിൽക്കുന്ന രേഖ. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ ദാനിയേൽ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ദാനിയേലിനെതിരെ എഴുതിയ രേഖകളെ തിരുത്തപ്പെട്ടു. എങ്കിൽ ഇന്ന് പകൽ നിനക്കെതിരെ നിയമത്തിൻ്റെ എത്ര കടുത്ത കയറുകൾ തലപൊക്കിയാലും, നിയമത്തിൻ്റെ എത്ര ഭീകരമായ നൂലാമാലകൾ നിനക്കും നിൻ്റെ കുടുംബത്തിനും സഭയ്ക്കും ശുശ്രൂഷയ്ക്കും നേരെ തലപൊക്കിയാലും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ നിയമത്തിൻ്റെ ചങ്ങലകളെ അറുത്ത് കളയാൻ കെൽപ്പുള്ളവൻ ഈ പകൽ ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നത്, നിന്റെ ജപ്തി അവസാനിപ്പിക്കാൻ കെൽപ്പുള്ളവൻ ഇന്ന് പകൽ ഇടപെടുന്നത് നിന്റെ മുട്ട് അധികാരികളുടെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ മടക്കുമെങ്കിൽ നിയമത്തെ തിരുത്താൻ കർത്താവിന് കഴിയും. നിന്റെ തലമുറയുടെ ജോലി പ്രശ്നം, വിസ പ്രശ്നത്തെ പരിഹരിക്കാൻ അധികാരികളുടെ പിന്നാലെ പോകാതെ യേശുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ കഴിയുമെങ്കിൽ പ്രതിസന്ധിയെ പരിഹരിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. നിയമത്തെ പരിഹരിക്കുന്ന ദൈവിക പ്രവൃത്തി. ഏലിയ പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ കർമ്മേലിൻ്റെ നെറുകയിൽ മുഴങ്കാലുകൾക്കിടയിൽ തലതിരികി കരയുന്ന ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് മുഴങ്കാൽ മടക്കി മുഴങ്കാലുകൾക്കിടയിൽ തലതിരികി കരയുമ്പോൾ തൻ്റെ ബാല്യക്കാരനോട് പറയുന്നത്, നോക്ക് എന്ത് കാണുമെന്ന്. 1, 2, 3, 4 എന്ന് എണ്ണി 7ാം പ്രാവശ്യം പറയുന്നത്, കൈ പോലെ ഒരു മേഘം ഞാൻ കണ്ടു. കൈ പോലൊരു മേഘം, ഒരു ചെറിയ കൈ പോലൊരു മേഘം. അതിൻ്റെ മറുപടി ഏലിയാവ് പറയുന്ന മറുപടി എന്താണെന്നല്ലേ പ്രിയപ്പെട്ടവരെ? അത് വൻമഴയുടെ മുഴക്കമായി എൻ്റെ കാതിലുണ്ട്. നീ കണ്ടതൊരു ചെറിയ കൈയായിരിക്കും, പക്ഷേ ഞാൻ മുഴങ്കാൽ മടക്കിയത് ആ കൈയുടെ ഉടമസ്ഥൻ്റെ മുൻപിലാണ്. അത് ചെറിയ കൈയാണെങ്കിലും ഭൂമിക്ക് വൃത്തം വരച്ചവൻ്റെ കരമാണ്. ആകാശത്തെ വെള്ളിക്കോൽ കൊണ്ട് അളക്കാൻ കെൽപ്പുള്ളവൻ്റെ കരമാണ്. എന്നെ വിളിച്ചവൻ്റെ കരമാണ്. എനിക്ക് ദൂത് പറഞ്ഞവൻ്റെ കരമാണ്. അത് ചെറുതെന്ന് തോന്നിയാലും ഒരു വൻമഴയുടെ മുഴക്കം എൻ്റെ കാതിലുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന നിനക്ക് നേരെ ഏതെല്ലാം കരം പ്രതികൂലമായാലും അനുകൂലമായി ഉയരുന്നൊരു കരമുണ്ട്. ദൈവസന്നിധിയിൽ കരയാൻ സമയം കണ്ടെത്തട്ടെ. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ സമയം കണ്ടെത്തട്ടെ.
ഏലിയാവ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി. വൻമഴയുടെ മുഴക്കം തൻ്റെ കാതിൽ മുഴങ്ങുമ്പോൾ അവിടെ രസകരമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഏലിയാവ് തൻ്റെ ബാല്യക്കാരനോട് പറയുന്നത്, ആഹാബിനോട് പറയണം, രഥം പൂട്ടിപ്പൊയ്ക്കൊള്ളുക. വലിയ മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടിപ്പൊയ്ക്കൊള്ളുക. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ഏലിയാവിൻ്റെ പ്രഖ്യാപനമാണ്, വലിയ മഴ നിന്നെ തടുക്കാതിരിക്കാൻ പൊയ്ക്കൊള്ളുക. ഓർക്കണം, 3.5 കൊല്ലമായി പെയ്യാതിരുന്ന വൻമഴ പ്രാർത്ഥിച്ചു പെയ്യിപ്പിച്ച ഏലിയാവിന് ആഹാബ് രാജാവ് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ടും മാനുഷിക ദൃഷ്ടിയിൽ അതിനാണ് സാധ്യത. അങ്ങനെ ചെയ്യണമെന്നായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം. 3.5 കൊല്ലത്തെ വലിയ ക്ഷാമത്തിൻ്റെ അറുതി കൽപ്പിച്ചുകൊണ്ടൊരു പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ച് ഏലിയാവിന് ഉറപ്പായും തൻ്റെ രഥത്തിലെങ്കിലും കയറ്റി കൊണ്ടുപോകേണ്ടതായിരുന്നു. ആ പ്രതീക്ഷ ഏലിയാവിനും കാണും കേട്ടോ. ഏലിയാവും ആ പ്രതീക്ഷയോട് ആഹാബിൻ്റെ രഥത്തിൽ പോകാമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ആഹാബിൻ്റെ തേരാളി ചോദിച്ചു എൻ്റെ ഭാവനയാ ചോദിച്ചു കാണും, പാസ്റ്ററെ കൂടെ കൊണ്ടുപോകണ്ടായോ? മറുപടി, വേണ്ട, നമ്മുടെ 850 പ്രവാചകന്മാരെയും തലയറുത്തിട്ടവനാ അവന് ഈ രഥത്തിൽ ഞാൻ ഇടം കൊടുക്കുകയില്ല. ആഹാബ് രഥം പൂട്ടി കുതിച്ചു പായുമ്പോൾ ആഹാബിൻ്റെ ചിന്ത ഏലിയാവ് വൻമഴയിൽ നനഞ്ഞു കുളിക്കുമെന്ന്. അത് കാണാൻ പിന്തിരിയുമ്പോൾ എൻ്റെ ഭാവനയിൽ തിരിഞ്ഞു നോക്കുന്ന ആഹാബ് കാണുന്നത് ഏലിയാവിനെയല്ല, മാനം കറുത്ത് വൻമഴ ചൊരിയുകയാണ്. അപ്പോഴും ആഹാബിൻ്റെ ചിന്ത, എവിടെ ഏലിയാവ്? അപ്പോഴാണ് തേരാളി പറയുന്നു, ദാ തേരിനെ ഓവർടേക്ക് ചെയ്ത് ആരോ ഒരുവൻ പോകുന്നുണ്ട്. നമ്മുടെ തേരിൻ്റെ മുൻപിൽ ഒരുവൻ പോകുന്നുണ്ട്. ഹോഡയ റബക്ഷ സന്തന, നമ്മുടെ തേരിൻ്റെ മുൻപിൽ ഒരുവൻ പോകുന്നുണ്ട്. അവന് തേരില്ല, തേരാളിയില്ല, അവൻ ആയുധമില്ല, അവന് കരുത്തേറിയ കുതിരയുടെ സഞ്ചാര പദങ്ങളില്ല, അവൻ്റെ കൂടെ ആരുമില്ല, കൈപിടിക്കാൻ ആരുമില്ല. പക്ഷെ മുഴങ്കാൽ മടക്കിയവന് വേണ്ടി ഇറങ്ങുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില അഭിഷിക്തന്മാരോട് പ്രവചിക്കുന്നത്, നിന്നെ ആരെല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാത്ത ഒരുവന്റെ മുൻപിൽ നീ മുഴങ്കാൽ മടക്കിയാൽ ഇന്ന് പകൽ ഒഴിവാക്കിയവന്റെ മുൻപിലോടാൻ നിന്റെ മേലൊരു ദൈവകൃപയുടെ പുതപ്പ് പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാ. ജാതി പറഞ്ഞ്, കളറ് പറഞ്ഞ്, കുടുംബം പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ് ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്തവൻ നിന്നോട് പ്രവചിക്കുന്നത്, ആഹാബിന്റെ രഥത്തിന്റെ മുൻപിലോടാൻ നിന്റെ മേൽ ഒരഭിഷേകം പരിശുദ്ധാത്മാവ് തരിക. പ്രൈസ് ദി ലോർഡ്. ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഇസ്രായേലിൽ എത്തുമ്പോൾ ആഹാബിന്റെ ചോദ്യം, ഏലിയാവേ, നീ എങ്ങനെ ഇവിടെ വരെ എത്തിയത്? 12 പെൺകുതിരകൾ വലിക്കുന്ന എൻ്റെ രഥത്തെ തോൽപ്പിക്കണമെങ്കിൽ 12 പെൺകുതിരകളെക്കാൾ ശക്തി നിനക്ക് വേണമല്ലോ. ഇത്ര എന്നെ ഓടിത്തോൽപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞതെങ്ങനെ? അവൻ പറയും, ഉടനെ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നത്, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന നിന്റെ മേൽ യഹോവയുടെ കൈ വരും. വന്നാൽ അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഈ പകലിൽ ചില വ്യക്തികളുടെ മേൽ, ചില അഭിഷിക്തന്മാരുടെ മേൽ ഈ പകൽ കൈമാറുകയാണ്. ദൈവകൃപയുടെ കൈമാറ്റം ഈ പകൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ചില കൃപാവരങ്ങളുടെ കൈമാറ്റം, അഭിഷേകത്തിന്റെ കൈമാറ്റം. ഇത് നിന്നെ ഒതുക്കിയവർക്ക് മുൻപിലോടാനാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന സ്ഥിതി മാറ്റും. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്ത്, നിന്റെ സ്ഥിതി മാറും കേട്ടോ. ദൈവസന്നിധിയിൽ കരയാൻ സമയം കണ്ടെത്ത്, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ഇന്ന് പകൽ സ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽ ശുശ്രൂഷയിൽ, ആത്മീക രംഗത്ത്, കുടുംബജീവിതത്തിൽ, തലമുറപരമായി, വിദ്യാഭ്യാസ രംഗത്ത്, ജോലിപരമായി സ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, ദൈവസന്നിധിയിൽ കരയാൻ കഴിയട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കരയുന്നവന്റെ വഴിയും അവന്റെ റൂട്ടും സ്വർഗത്തിന്റെ കരത്തിൽ ഭദ്രമാ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി വിചിത്രമാണ്.
ഏലിയാവ് കെരീത്തിൽ ഒളിച്ചു. ഏലിയാവിന് വേണ്ടി കാക്ക വന്നു. ഏലിയാവിന് കാക്ക കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇറച്ചിയും കിട്ടുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ വഴി വിചിത്രമാകട്ടോ. ആ വഴിയുടെ വിചിത്രാവസ്ഥ, ഏലിയാവിൻ്റെ സമകാലികനാണ് ഒബദ്യാവ്. 1 രാജാക്കന്മാർ 18:3 മുതൽ വായിക്കുമ്പോൾ കാണാം. ഒബദ്യാവിനെ കുറിച്ച് എഴുതിയും ദ ഗ്രേറ്റ് ഫിയർ ഓഫ് ഗോഡ്, മഹാഭക്തനാണ്. മാത്രമല്ല താൻ 100 പ്രവാചകന്മാരെ ഗുഹയിൽ ഒളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. അപ്പൊ 100 പ്രവാചകന്മാരെ സ്പോൺസർ ചെയ്യുന്ന ഒബദ്യാവ് ആഹാബിന്റെ കൊട്ടാരത്തിലെ മാനേജരാണ്. അപ്പൊ ഏലിയാവിനെ പോറ്റാനൂടെ ഈ ഒബദ്യാവിന് കഴിയും. കാരണം 100 പേരെ ഗുഹയിൽ ഒളിപ്പിച്ച് പോറ്റാമെങ്കിൽ ഏലിയാവിനെ കൂടെ പോറ്റാമല്ലോ. അപ്പൊ വീണ്ടും ഒരു ചോദ്യമുണ്ട്, എന്നിട്ടും ഓബദ്യാവ് ഏലിയാവിനെ ഓർത്തില്ല. ഓബദ്യാവിലൂടെ ഏലിയാവിന് നന്മ കിട്ടിയില്ല. സ്തോത്രം. ദൈവം ഏലിയാവിനെ ഗുഹയിലല്ല ഒളിപ്പിച്ചത്, കെരീത്തിലാണ് ഒളിപ്പിച്ചത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന മുറി ചിന്തിച്ചു. ദൈവാത്മാവ് പറഞ്ഞതേ, ഒരു മനുഷ്യൻ ഏലിയാവെ നിന്നെ തേടി വന്നാൽ 10 ദിവസം വന്നു കഴിഞ്ഞാൽ അതൊരു നടപ്പാതയാകും. നടപ്പാതയായാൽ ആഹാബിൻ്റെ കിങ്കരന്മാർ ഈ വഴിയിലൂടെ നിന്നെ തേടി വരും. അതുകൊണ്ട് നിന്റെ പരിചയക്കാരെ ഞാൻ നിന്നോട് അകറ്റി. ഇന്ന് പകലും ചിലരുടെ ചോദ്യമുണ്ട്, സ്നേഹിച്ചവരൊന്നും വിളിക്കുന്നില്ല, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ വിളിക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ടെടുക്കുന്നില്ല, പഴയ പോലെ സഹകരിക്കുന്നില്ല, പരിഭവങ്ങൾ മാറ്റിവെക്ക്. ഇതിൻ്റെ പിന്നിലൊരു ദൈവനിയോഗമുണ്ട്. കാരണം നിന്റെ പരിചയക്കാരെ അവൻ അകറ്റിയതിൻ്റെ പിന്നിൽ നിന്നോടുള്ള പിണക്കമല്ല, പകരം അവന് ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവരിതുവരെ കാണാത്ത, അവരറിയാത്ത, അവരനുഭവിക്കാത്ത പുതിയ ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ അവന് പ്ലാനുണ്ട്. അതാ ചില വഴി അടഞ്ഞത്. സ്തോത്രം. ഇവിടെ കെരീത്തിൽ ദൈവം ഒളിപ്പിച്ചു. അവിടെ ഏലിയാവിന് വേണ്ടി വരുന്ന വഴി കാക്കയാ വരുന്ന. കാക്ക ഏലിയാവിനെ പോറ്റുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ. കാക്ക വരിക. കാക്കയെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാക്കയല്ല. നമ്മുടെ നാട്ടിലെ കാക്ക അശുദ്ധജീവികളുടെ പട്ടികയിലുള്ളതാണ്. അതല്ല ഇവിടെ വന്നത്. ഒറബെന്നാണ് എബ്രായ വാക്ക്. ഒറബ് എന്ന എബ്രായ വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് റാവൻസ്, മറ്റൊന്ന് ബ്ലാക്ക് ബേർഡ്. റാവൻസ് അത്യാർത്തിയുള്ള പക്ഷി, ബ്ലാക്ക് ബേർഡ് കറുത്ത പക്ഷി. ട്രാൻസ്ലേഷൻ നടന്നപ്പോൾ കറുത്തതും ആർത്തി നമ്മുടെ നാട്ടിൽ ഒന്നിനേ ഉള്ളൂ, കാക്കയ്ക്ക്. അതുകൊണ്ട് കാക്കയെന്ന് എഴുതിയതാ. അപ്പോൾ യഥാർത്ഥ ഒറബ് 20 കിലോ ഭാരം കൊണ്ട് പറക്കുന്ന റാഞ്ചൻ പക്ഷിയാണ്. ഏലിയാവിന് രാവിലെ വരുന്നത് 20 കിലോ ഭാരം കൊണ്ട് പറക്കുന്ന റാഞ്ചൻ പക്ഷിയാണ് വരുന്നത്. ഇനി കൊണ്ടുവരുന്ന സാധനം എന്താ? അപ്പം. നമ്മുടെ അപ്പം കടയിൽ, വീടുകളിൽ, ഹോട്ടലുകളിൽ അപ്പമെന്ന് പറഞ്ഞാൽ എത്ര തന്നെ വിചിത്രമായതുണ്ട്. കള്ളപ്പം, എള്ളപ്പം, വട്ടയപ്പം, ഒരുപാട് അപ്പങ്ങൾ. ഇനി ഇംഗ്ലീഷിൽ ബ്രെഡ് എന്നാണ്. നമ്മുടെ ബ്രെഡും അപ്പവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്നാൽ അവിടെ എബ്രായ ബൈബിളിൽ ലേഖേം എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നു. ആ വാക്കിന് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന അപ്പമാണ്. ആ അപ്പത്തിൻ്റെ തൂക്കം ഒരു കുടുംബത്തിന് ഒന്നിച്ച് പെസഹ ആചരിക്കാനുള്ള അപ്പമാണ്. കുറഞ്ഞത് 10 കിലോ വരും, കുറഞ്ഞതൊരു 10 കിലോ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 കിലോ ഭാരം കൊണ്ട് പറക്കാൻ ത്രാണിയുള്ള ഈ റാഞ്ചൻ പക്ഷി രാവിലെ ഇറക്കുന്ന അപ്പത്തിൻ്റെ വെയിറ്റ് 10 കിലോ. 10 കിലോ രാവിലെ ഏലിയാവിൻ്റെ അരികിൽ വന്നാൽ ഉച്ചയായാലും അത് തീരുകയില്ല, 4 മണിയായാലും തീരുകയില്ല. ഇതാ ദൈവം ചിലത് അടച്ചതിൻ്റെ കാരണം അറിയണ്ടേ? എൻ്റെ പക്ഷത്ത് നിന്ന നിന്നെ, എനിക്ക് വേണ്ടി ദൂത് പറഞ്ഞ നിന്നെ ആരെ കൊണ്ട് ഞാൻ പോറ്റാതെ ഞാൻ പോറ്റുമ്പോൾ അതിലൊരു ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഉണ്ടാകും. ഇന്ന് പകൽ ചില വഴി അടഞ്ഞത്, ചിലത് വൈകിയതിൻ്റെ പിന്നിൽ ഒരു ദൈവനിയോഗമുണ്ട്. ഏറ്റവും നല്ലത് വെളിപ്പെടാൻ, ഏറ്റവും നല്ലത് തരാൻ, ഏറ്റവും പെർഫെക്റ്റോടെ നൽകി തരാനുള്ള ദൈവനിയോഗമാണ്. തളർന്നു പോകാതെ കർത്താവിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിക്കോ. അവൻ്റെ കരുതൽ പെർഫെക്റ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി
ദൈവത്തിൻ്റെ വിടുതലും കരുതലും വ്യത്യസ്തമാണ്. അതാണ് നെഹമ്യാവ് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ പ്രാർത്ഥനയിൽ തുടങ്ങുകയാണ്. പണി അവിടെ തുടങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. താൻ ആവശ്യം ഉന്നയിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഇന്ന് പകൽ ഒന്നാം സ്ഥാനം പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ കൊടുത്താൽ നീ എങ്ങും പരാജയപ്പെടത്തില്ല. ഇവിടെ നെഹമ്യാവ് ചെയ്യുന്ന ഒന്നാം കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ തൻ്റെ മധ്യസ്ഥതയിൽ ഉയർത്തുന്ന സ്ഥിതി മാറ്റുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നെഹമ്യാവ് 1:9 ഒന്ന് ശ്രദ്ധിക്കണം. നെഹമ്യാവ് 1:9 സ്ഥിതി മാറ്റുന്ന രണ്ടാമത്തെ കാര്യം. എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് അരുളി ചെയ്ത വചനം ഓർക്കണമേ. രണ്ടാമത് നെഹമ്യാവ് ഇവിടെ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം മുൻപ് അരുളി ചെയ്തത്. ഈ വാക്യം ആവർത്തനം 30:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെ നെഹമ്യാവ് കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറയുന്നു, നീ സ്ഥിതി മാറ്റും. ആരുടെ സ്ഥിതിയാണ് മാറ്റുന്നത്? എങ്കലേക്ക് തിരിയുന്നവരുടെ സ്ഥിതി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ സ്ഥിതി മാറും. 2, ദൈവത്തിങ്കലേക്ക് തിരിയുന്നവൻ, ടേൺ ടു ദ ലോർഡ്, കർത്താവിങ്കലേക്ക് തിരിയണം. ഇന്ന് പകൽ സ്ഥിതി ആരുടെയാ മാറുന്നത്? കർത്താവിങ്കലേക്ക് തിരിയുന്നവരുടെ സ്ഥിതി ഇന്ന് പകൽ മാറും. കർത്താവിങ്കലേക്ക് തിരിയുക. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിങ്കലേക്ക് തിരിയണം. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ സ്ഥിതി മാറുമെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സദൃശ്യവാക്യങ്ങൾ 16:3-4 വാക്യങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിക്കപ്പെട്ടു, അനർത്ഥ ദിവസത്തേക്ക് ദുഷ്ടനെയും കൂടെ. ഈ വാക്യം എന്നെ പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് മുൻപിൽ ആത്മാവി സന്ദേശം പറയുമ്പോൾ നിങ്ങൾ ഇതിന് നിങ്ങളുടെ അകത്തളത്തിൽ ഒരു ആമേൻ പറയണം. കാരണം എന്താണെന്നറിയാമോ? യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചു, അനർത്ഥ ദിവസത്തിന് വേണ്ടി ദുഷ്ടനെയും കൂടെ. കുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഓരോ വ്യക്തികളും പറയേണ്ടത്, ഞാൻ വെറുതെ ജനിച്ചതല്ല, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്നെ വെറുതെ വിളിച്ചതല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ സകല മനുഷ്യരെയും കുറിച്ച് ദൈവത്തിന് ഉദ്ദേശം. ഇനി മറ്റൊന്ന്, അനർത്ഥ ദിവസത്തിന് വേണ്ടി ദുഷ്ടനെയും കൂടെ. ചിലർ ചോദിക്കുന്നത്, സാത്താനെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് എത്രയോ എൻ്റർടൈൻമെൻറ്റുകൾ വേണം. ദൈവത്തിനൊരു എൻ്റർടൈൻമെൻറ്റ് വേണമായിരുന്നു. അതിനുവേണ്ടി ദൈവം ഒരു നരകം ഉണ്ടാക്കി, ഒരു ചൂള ഉണ്ടാക്കി. അതിലിട്ട് ഇടാനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം വിചാരിച്ചു സാത്താനെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നരകം ഉണ്ടാക്കിയത് സാത്താന് വേണ്ടിയാണ്. അപ്പം ഇതാണ്, ദൈവം സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചു. സാത്താനെ വരെ ദൈവം അവസരം കൊടുത്തത് അവൻ്റെ മേലുള്ള പദ്ധതി നരകത്തിൽ പോവുക. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട നിന്നിൽ, പ്രാർത്ഥിക്കുന്ന നിന്നിൽ, ഈ സന്ദേശം കേൾക്കുന്ന നിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അത് നീ മറക്കരുത്. വെറുതെ അല്ല നീ കർത്താവിനെ കണ്ടത്, വെറുതെ അല്ല ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്നത്, വെറുതെ അല്ല ഇന്ന് ഈ ആത്മീയ കൂടിവരവിൽ പങ്കെടുക്കുന്നത്, വെറുതെ അല്ല നീ ശുശ്രൂഷയിലേക്ക് ഇന്ന് ആത്മാവിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് നിന്റെ മേൽ ഒരു വലിയ പദ്ധതിയുണ്ട്. നീ വെറുതെ അല്ല ഈ കുടുംബത്തിൽ ജനിച്ചത്, നീ പഠനത്തിലേക്ക് വന്നത് വെറുതെ അല്ല, ശുശ്രൂഷയിലേക്ക് വന്നത് വെറുതെ അല്ല. ആമേൻ. നീ ആത്മീയമായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, നിന്റെ ഉപവാസം വെറുതെയല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നവരെ കുറിച്ച് പറയുന്നത് 29-ൽ 9, 10, 11, 12 വാക്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന്
ഞാൻ അറിയുന്നു. ദൈവം പറയുക, ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി നന്മയുടെയാകട്ടോ. ഇന്ന് പകൽ ആത്മാവിൽ വലങ്കര മാറോട് വെച്ച് പറയണം, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നന്മയുടെയാണ്. എൻ്റെ മേലൊരു വലിയ പദ്ധതിയുണ്ട്, അത് നന്മയുടെയാണ്. ആ നന്മയുടെ പദ്ധതിയിലേക്ക് നിനക്ക് ആ വെളിപ്പാട് കിട്ടണമെങ്കിൽ ടേൺ ടു ദ ലോർഡ്. ദൈവത്തിങ്കലേക്ക് തിരിയണം. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ ദൈവം അത് വെളിപ്പെടുത്തും. അപ്പോൾ ചിലരുടെ ചിന്ത, ഞാൻ തിരിഞ്ഞില്ലെങ്കിലോ? തിരിഞ്ഞില്ലെങ്കിൽ നീ തിരിയുന്നതാണ് നല്ലത്. തിരിഞ്ഞില്ലെങ്കിൽ ദൈവം അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കും. ദൈവം തിരിക്കും. ഹല്ലേലൂയ. നാം തിരിയാൻ ദൈവം അവസരം തരുമ്പോൾ തിരിഞ്ഞില്ലെങ്കിൽ ദൈവം തിരിക്കും. തിരിക്കുന്നത് പലപ്പോഴും നമുക്ക് വേദന വരുന്ന രീതിയിലായിരിക്കും. കാരണം ദൈവത്തിന് നമ്മുടെ മേൽ വലിയ പദ്ധതിയുണ്ട്. അത് നന്മയുടെ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ഞാൻ വന്നില്ലെങ്കിൽ എന്നെ വരുത്തുന്നതാണ് ദൈവിക ഹിതം. അത് ആമോസ് 4:6 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ തിരിക്കുന്ന ഒരു ഇടപെടലുണ്ട്. 4 ഭാഗമായി അവിടെ കൊടുത്തിരിക്കുന്ന 4 ഭാഗങ്ങൾ. ഒന്ന്, ഭക്ഷ്യക്ഷാമം വരുത്തി. എന്നിട്ട് പറയുന്നത് എങ്കലേക്ക് തിരിഞ്ഞില്ല, എങ്കലേക്ക് തിരിഞ്ഞില്ല. ദൈവം പറയുക തിരിയാത്തത് കൊണ്ട്. അടുത്തത്, ദൈവം വരൾച്ച അവരുടെ ജീവിതത്തിൽ കൊടുത്തു. എന്നിട്ട് പറയുന്നു എങ്കലേക്ക് തിരിഞ്ഞില്ല. ദൈവം അത് കഴിഞ്ഞ് തുള്ളനെ അയച്ചു, വെട്ടുക്കിളി അയച്ചു, വിഷമഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു എങ്കലേക്ക് തിരിഞ്ഞില്ല. പിന്നെ അവർക്ക് മഹാമാരി രോഗങ്ങൾ കൊടുത്തു, അവർക്ക് യുദ്ധങ്ങൾ നേരിട്ടു, അവരെങ്കലേക്ക് തിരിഞ്ഞില്ല. ദൈവം പറയുന്നു അവർ പ്രതീക്ഷിച്ച പട്ടണങ്ങളിൽ ഞാൻ ഉന്മൂലനാശം വരുത്തി, എങ്കലേക്ക് തിരിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്തിനെയെല്ലാം അവർ സ്നേഹിക്കുന്നുണ്ടോ, അവർ പ്രിയപ്പെടുന്നു, അതിലെല്ലാം ദൈവത്തിൻ്റെ കരം വെച്ചു. എന്തിനാണെന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് തിരിക്കാൻ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണുകളെ ദൈവം പൊളിച്ചു കളയും. ദൈവത്തിങ്കലേക്ക് തിരിക്കാൻ നമ്മുടെ കംഫർട്ട് സോണുകൾ, നമുക്കൊക്കെ ഒരുപാട് കംഫർട്ട് സോൺ ഉണ്ട്. അത് പൊളിയാൻ നാം ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ സുഖകരമായ അവസ്ഥയാണ്. ഞാനിപ്പോൾ സംരക്ഷണത്തോടിരിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് എനിക്ക് ദൈവം എൻ്റെ പദ്ധതിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ അവൻ്റെ പദ്ധതിയിലേക്ക് വരണം. അതിനുവേണ്ടി നമ്മെ ഇളക്കുന്ന അവൻ്റെ ഇടപെടലുകൾ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, കഴുകൻ കൂടനക്കി കൂടിളക്കി കൂട് പൊളിക്കുന്ന പോലെ നമ്മോട് അവൻ ഇടപെടുന്നു. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണം, ദൈവം നമ്മുടെ കംഫർട്ട് സോൺ പൊളിക്കും. അത് തിരുവെടുത്തിൽ പ്രവാചകൻ യെശയ്യാവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ കാണുന്നുണ്ട് 6-ാം അധ്യായം. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആലയത്തെ നിറച്ചിരിക്കുന്ന അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ കണ്ടു. ഈ ദർശനം നടക്കുന്നത് ആലയത്തിലാണ്. ഈ ആലയത്തിൽ യെശയ്യാവ് ദർശനം കണ്ട സമയം പറയുന്നു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. ഇങ്ങനൊരു മരണവും മരിച്ച വർഷവും ഏലിയാവിൻ്റെ ശുശ്രൂഷയിൽ വലിയ പ്രാധാന്യതയോടെ പറയാൻ കാരണം, 5 അധ്യായത്തിൽ പ്രവചിച്ച ആളാണ്. യഹോവയുടെ ദിവസം എന്ന മഹനീയ ദൂത് പറഞ്ഞ യെശയ്യാവാണ്. 6-ാം അധ്യായത്തിൽ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ട സമയം ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ. അങ്ങനൊരു മരണം രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം, ഉസിയാവിനെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം പറയുന്നത് 52 വർഷം ഭരിച്ച ആളാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. 52 വർഷം. വളരെ നല്ല മനുഷ്യൻ, യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. ആ കാലഘട്ടത്തിലാണ് യെശയ്യാവിൻ്റെ ആരംഭ 5 അധ്യായത്തിൻ്റെ പ്രവചനങ്ങൾ. 5 അധ്യായം പ്രവചിച്ചത് ഉസിയാവിൻ്റെ കാലത്ത്. നമ്മുടെ നാടൻ ഭാഷയിൽ മനസ്സിലാക്കിയാൽ യെശയ്യാവിന് ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത വേറൊരാളില്ല. ഉസിയാവ് അത്രയ്ക്ക് തനിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. തനിക്ക് സ്പോൺസറായിരുന്നു. തനിക്ക് ഏറ്റവും വലിയ കൈത്താങ്ങൽ ആത്മീയമായി ഭൗതികം കൊടുത്തു. കൊട്ടാരത്തിൽ എപ്പോൾ വേണേലും യെശയ്യാവിന് വരാം, എപ്പോൾ വേണമെങ്കിലും ദൂത് പറയാം. യഹോവയുടെ അരുളപ്പാടെന്ന വാക്ക് കേൾക്കുമ്പോഴേ ഉസിയാവ് കവിണ്ണു വീഴും. അങ്ങനെയുള്ള ഒരു രാജാവ്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ ഒരു പ്രത്യേക മുറിയും
രാജാവിനോടുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണമൊക്കെ യെശയ്യാവിന് കിട്ടി. അങ്ങനെ എല്ലാ നിലവിലും വെൽ സെറ്റിൽഡ് ആണ്. യെശയ്യാവ് പ്രവാചകനെ കാണണമെങ്കിൽ വളരെ കാത്തിരിക്കണം. കാരണം രാജാവിൻ്റെ ഔദ്യോഗിക പ്രവാചകനാണ്. അപ്പോൾ എല്ലാ നിലവാരത്തിലും ലൈഫ് സ്റ്റൈൽ ഒരു ഹയർ കാറ്റഗറിയാണ്. എല്ലാ നിലവാരത്തിലും ഉയർന്നിരിക്കുന്നു. കൊട്ടാരം വിട്ടു പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് 5 അധ്യായത്തിലെ പ്രവചനം നടക്കുന്നത്. ദൈവം യെശയ്യാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്ന്. സ്തോത്രം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ മശിഹൈക പ്രവാചകനാകാനാ യെശയ്യാവിനെ കുറിച്ചുള്ള പ്ലാൻ. പഴയ നിയമത്തിലെ അപ്പോസ്തോലൻ എന്ന പേര് കിട്ടുന്ന ഒരു പ്രവചനത്തിലേക്ക് എത്തിക്കാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷെ ഇപ്പോൾ പുള്ളിയുടെ ലൈഫ് സ്റ്റൈല് ഒരു കുറവുമില്ല. സുഖ സൗകര്യം, ആർഭാടം, എല്ലാ നിലവാരത്തിലും. ഇവിടെ ദൈവം ചെയ്യുന്ന കാര്യം യെശയ്യാവിനെ അവിടെ ആലയത്തിലേക്ക് എത്തിക്കാനുള്ള ദൈവിക ഇടപെടൽ. ഉസിയ രാജാവ് ദൈവസന്നിധിയിൽ ധൂപം കാട്ടി. ധൂപവും പിടിച്ചുകൊണ്ട് ഉസിയാവ് കോപിക്കുമ്പോൾ കുഷ്ഠം നെറ്റിയിൽ പൊങ്ങി താൻ കുഷ്ഠരോഗിയായി മാറിയപ്പോൾ തന്നെ പെട്ടെന്ന് പ്രത്യേക ശാലയിലേക്ക് തന്നെ മാറ്റി. ആലയത്തിൽ നിറങ്ങി വരുന്ന ഉസിയാവിൻ്റെ നെറ്റിയിലെ കുഷ്ഠം കണ്ട തൻ്റെ മകൻ ബാല്യക്കാരൻ യോഥാമാണ്. യോഥാം നോക്കിയപ്പോൾ ഡാഡിയുടെ മുഖത്ത് കുഷ്ഠം പൊങ്ങി. അതുകൊണ്ട് ഈ ബാലകന് മനസ്സിലായി, ഈ പള്ളി കയറിയാൽ കുഷ്ഠം വരും. എൻ്റെ ഡാഡിക്ക് കുഷ്ഠം വരുത്തിയ പള്ളിയിൽ ഞാനായിട്ട് ഇനി കയറില്ല. അങ്ങനെ ചില നാൾ കഴിഞ്ഞപ്പോൾ ഉസിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിൽ യെശയ്യാവ് എത്താൻ വേണ്ടിയുള്ള ദൈവിക ഇടപെടലിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. കൊട്ടാരത്തിൽ ഇപ്പോൾ അധികാരമേറ്റെടുത്ത യോഥാമാണ്. യോഥാമിൻ്റെ ഒരു സ്വഭാവം എഴുതി. അവൻ ആലയത്തിൽ കയറുകയില്ല. അവൻ ആലയത്തിൽ കയറാത്തത് കൊണ്ട് അവൻ ആത്മീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട വലിയ പ്രോത്സാഹനമല്ല. യെശയ്യാവിന് പഴയ പോലൊരു കൈത്താങ്ങൽ കൊട്ടാരത്തിൽ നിന്നില്ല. യെശയ്യാവിന് പഴയ പോലെ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണമൊന്നുമില്ല. ആ പാർപ്പും കൊട്ടാരത്തിൽ നിന്നില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് കട്ട് ചെയ്തു. ഇപ്പൊ യെശയ്യാവിന് കൊട്ടാരത്തിൽ പാർക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നേരെ ആള് കയറി ചെന്നത് ആലയത്തിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ. അപ്പോൾ ഈ മരണം പോലും ദൈവിക നിയോഗം അതിൻ്റെ മറവിലുണ്ട്. ചില മരണങ്ങളെക്കുറിച്ച് ചിലരുടെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഇങ്ങനൊരു മരണം സംഭവിച്ചു? ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിങ്കലേക്ക് നിന്നെ തിരിക്കാൻ നീ ആശ വച്ച കൊമ്പവൻ മുറിക്കും. നീ പ്രതീക്ഷിച്ചിടത്ത് അവൻ്റെ കരം ഭാരമാകുന്നത് നിന്നെ തകർക്കാനല്ല, അവൻ്റെ ഹിതത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ നിന്റെ കംഫർട്ട് സോണുകൾ അവൻ പൊളിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ വിവേചിച്ചിടപെടുന്ന ദൂത്, നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിൻ്റെ മറവിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ജോലിയിലെ പ്രതിസന്ധിയുടെ മറവിൽ ഒരു ദൈവകരമുണ്ട്. അത് തകർക്കാനല്ല, ദൈവത്തിങ്കലേക്ക് നീ തിരിയാനാ. സ്തോത്രം. ദൈവം നമ്മുടെ കംഫർട്ട് സോൺ പൊളിക്കുമെന്നതിന് ഇത് മാത്രമല്ല പ്രിയരെ. യോസഫിൽ സംഭവിച്ച കാര്യങ്ങൾ, യോസഫ് എത്തിയത് പോത്തിഫറിന്റെ ഭവനത്തിലെത്തി. പോത്തിഫറിന്റെ ഭവനത്തിലെത്തിയത് തൻ്റെ ജീവിതത്തിൽ അടിമയായിട്ടെത്തിയ യോസഫ് ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ തൻ്റെ മാനേജർ പോസ്റ്റിലേക്ക് കയറി. എല്ലാവരും യോസഫിനെ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്നു. തൻ്റെ കീഴുദ്യോഗസ്ഥരൊക്കെ അവിടെ പോത്തിഫറിന്റെ പുറംപണിക്ക് വരുന്ന വ്യക്തികളൊക്കെ യോസഫ് സാറേ എന്നൊന്ന് വിളിക്കുന്നു, ഒന്ന് സലാം പറയുന്നുണ്ട്. യോസഫ് പെട്ടെന്ന് ഓർത്തു, പണ്ട് ഞാൻ കണ്ട ദർശനം, കറ്റയുടെ ദർശനം, നക്ഷത്രങ്ങളുടെ ദർശനം, അതിതാണെന്ന് വണങ്ങുന്നുണ്ട്. കാരണം യോസഫിൻ്റെ കീഴിൽ വന്ന് പോത്തിഫറിന്റെ വീട്ടിലെ പുറംപണിക്ക് വന്നവരൊക്കെ കയറി, യോസഫ് സാറേ സലാം. യോസഫിൻ്റെ ചിന്ത, അടിമയായിട്ട് വന്ന എനിക്ക് ഈ മാനേജർ പോസ്റ്റിൽ കൂടുതൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇതാണ് ദൈവഹിതം, ഇതാണ് ദൈവത്തിൻ്റെ ദർശനം, ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി പെട്ടെന്ന് ഒരു വീട് ഇവിടെ തട്ടിക്കൂട്ടണം, ഇവിടെ ഒരു സ്ഥലം വാങ്ങണം, ഇവിടെ തന്നെ
ആജീവനാന്തം തൻ്റെ മാനേജരായിട്ട് കഴിയണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോൾ സ്വർഗത്തിന് മനസ്സിലായി ഇവൻ അപകടത്തിൽപ്പെടുകയാണ്. ഇവൻ ദർശനം ഇവന് കൈമോശം വന്നു. ഇവൻ ആ വെളിപ്പാടിൽ നിന്ന് പോയി. എൻ്റെ വിളി ഇവന് പിടികിട്ടുന്നില്ല. ഇവൻ ഡൈവേർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തത് അവിടുന്ന് ഇളക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി എന്താ? അവിടെ പുറത്തുള്ള ഒരാൾ എതിരായാൽ കാര്യമില്ല. ദൈവത്തിനറിയാം ആരാണോ കൈത്താങ്ങൽ, ആരാണോ ചേർത്ത് പിടിച്ചത്, ആരാണോ സ്നേഹിച്ചത്, അവരെ എതിരാക്കിയതിൻ്റെ കാരണം ഇവിടെ നിന്ന് ദർശനത്തിലേക്ക് ഒരു ചുവടുവയ്പ്പിന് ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് പകൽ മനസ്സിലാക്ക്, ഇന്ന് നീ അനുഭവിക്കുന്ന ഭൗതിക പ്രശ്നത്തിൻ്റെ മറവിൽ സാത്താനാണെന്ന് പറഞ്ഞിരിക്കാതെ ഇതിൻ്റെ മറവിൽ ദൈവകരം മാണ്. ചിലർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് വന്നു? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല? എന്തുകൊണ്ട് കർത്താവേ ഇതെന്നിൽ നിന്ന് അകലുന്നില്ല? കർത്താവ് പറയുന്നത്, നീ എന്നിലേക്ക് തിരിയണം. നീ പലതിലേക്ക് പോയ നിന്റെ ജീവിതത്തെ എന്നിലേക്ക് തിരിക്കണം. എനിക്ക് നിന്നെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനുണ്ട്. നിന്റെ മേൽ എനിക്ക് നിവർത്തിയാക്കാനുള്ള ദർശനമുണ്ട്. അതിലേക്ക് നീ തിരിയാൻ തയ്യാറാണോ? ഇന്ന് പകൽ നിന്റെ മേൽ ഒരു ദൈവകൃപയുടെ കൈമാറ്റം വെളിപ്പെടും. നീ എങ്കിലേക്ക് തിരിയാൻ തയ്യാറാണോ? നിന്റെ സ്ഥിതിയെ മാറ്റാൻ ഞാൻ തയ്യാറാണ്. യോസഫേ, നീ എങ്കിലേക്ക് തിരിയ്. നീ തിരിഞ്ഞില്ലെങ്കിൽ തിരിക്കും. എന്തിനാ? നിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ആക്കാനാ എൻ്റെ പദ്ധതി. ദൈവിക പദ്ധതിയുമായി കണക്റ്റ് ആകണം. കണക്റ്റ് ആകണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഈ പകൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നീ എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കലേക്ക് നോടിയെടുക്കാൻ കഴിയുമോ? പല വഴി തേടി, പല വ്യക്തികളെ കണ്ടു, പലയിടത്ത് നേർച്ച കൊടുത്തു, പലരോട് പ്രാർത്ഥിച്ചു, പല ഇടങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിങ്കലേക്ക് മാത്രം ഒന്ന് തിരിയണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ മറവിലുണ്ട്. അത് മാറണമെങ്കിൽ ഇന്ന് വക ദൈവത്തിങ്കലേക്ക് അടുക്കുമ്പോൾ അവൻ നിന്റെ സ്ഥിതി മാറ്റാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്ന ദൂതാണ്, നിന്റെ സ്ഥിതി മാറും കേട്ടോ. ഇന്ന് വക ചില തലമുറകളെ കുറിച്ച് വ്യാകുലപ്പെട്ട നീ പ്രാർത്ഥനയ്ക്ക് വന്നത്, ഇപ്പോഴും ഈ സ്ക്രീനിൽ വ്യാകുലത്തോടെ തലമുറയെക്കുറിച്ച് ആധിപ്പെട്ട് എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് നൊമ്പരപ്പെട്ടിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത്, എങ്കിലേക്ക് തിരിയാൻ നിന്നോട് ആത്മാവ് ഇടപെടുക. നിന്റെ തലമുറയെ വലിച്ചിടയ്ക്കുന്ന പാപചങ്ങലയെ പരിശുദ്ധാത്മാവ് കുടഞ്ഞു കളയാൻ പോകുകയാണ്. ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില തലമുറകൾ വിടുവിക്കപ്പെടുന്നുണ്ട്. പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന ചില യൗവനക്കാരെ വിടുവിച്ചെടുക്കുക. ഞങ്ങളുടെ ഇടയിൽ കിടന്ന മോശെ വലിച്ചെടുത്ത പോലെ ചില യൗവനക്കാരെ പിടിമുറുക്കിയ പാപചങ്ങല പരിശുദ്ധാത്മാവ് പറിച്ചു മാറ്റുക. ജുഡ രഗല ഘടക മനയാധര ശംദൽ ഖമന ഘടകൽ ഖമനയാധര. പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ ലൈവിൽ നിന്നോട് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ തലമുറ പാപത്തിൽ കുഴയാൻ അനുവദിക്കുകയല്ല. ദൈവദാസനെ, ദൈവമാ നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് കേട്ടോ. നീ ക്ഷീണിക്കാതെ, വിളിച്ചവൻ വിശ്വസ്തനാ. എന്നുമൊന്നും ഞരങ്ങിക്കിടക്കാനല്ല അവന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. നിന്റെ മേൽ കൃപാവരത്തിൻ്റെ കൈമാറ്റമുണ്ട്. ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറും. അതിലൂടെ ഇന്ന് പകൽ നീ ഏറ്റെടുക്ക്, നീ പ്രാർത്ഥിക്ക്. കർത്താവേ, എൻ്റെ മേൽ പകരാനുള്ള ആ ദൈവകൃപയുടെ കൈമാറ്റം അതല്ലേ 1 കൊരിന്ത്യർ ലേഖനം 12:11 താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് നിന്നെ വെറുതെ വിളിച്ചതല്ല. ഒരു കൃപയുടെ പുതപ്പ് നിന്റെ മേൽ തരാന് നിന്നെ വിളിച്ചത്. ആരും വെറുതെ അവൻ്റെ വിളി കേട്ടിറങ്ങിയിട്ടില്ല. ഓരോ വ്യക്തികളുടെ മേൽ അവനവന് അതതുവരം പകുത്തു കൊടുക്കാൻ പദ്ധതിയുള്ളവൻ നിന്റെ മേൽ കൃപ തരും, നിന്റെ മേൽ അഭിഷേകം പകരും, നിന്റെ മേൽ കൃപാവരം തരും, നിന്റെ സ്തുതി മാറ്റും. ഓ റബല ഘടക രഘടകൽ ഖനാദി. ഇന്ന് പകൽ ചില കുടുംബങ്ങൾ ഈ ദൂതുമായി കണക്റ്റ് ആകുന്നുണ്ട്, ചില വ്യക്തികൾ ഈ ദൂതുമായി കണക്റ്റ് ആകുന്നുണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ഗതി പിടിക്കത്തില്ല. ശാപത്തിൻ്റെ വാക്ക് പലരും പറഞ്ഞ്
നിരാശയുടെ കയത്തി കിടക്കുന്ന, ഇനി മടുത്തു മതിയായി, ഈ ജീവിതം ഇനി എനിക്ക് എന്തിനാണെന്ന് നൊമ്പരപ്പെടുന്ന നിന്നോട് ഇടപെടുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയണം. യേശു നിന്നെ വിളിക്കുന്നു. ഈ പകൽ യേശു നിന്നെ വിളിക്കുന്നുണ്ട്. നീ എങ്കലേക്ക് തിരിയ കുഞ്ഞേ, നിന്റെ സ്തുതി മാറും കേട്ടോ. യേശു നിന്നെ ചതിക്കത്തില്ല. ഒരുപാട് ചതി നിനക്ക് പറ്റി, ഒരുപാട് ഒറ്റപ്പെടൽ വന്നു. യേശു നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. യേശു നിന്നെ ചതിക്കത്തില്ല. യേശു നിന്നെ കൈവിടത്തില്ല. ഇന്ന് പകൽ അവൻ വിളിക്കുന്നു, നീ വാ, ഞാൻ നിന്റെ സ്തുതി മാറ്റാം. ചൂടാറബാന. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. സ്തുതി മാറ്റുന്ന കർത്താവ്. 2 നിലകളിലാണ് അവൻ സ്തുതി മാറ്റുന്നത്. ഒന്ന്, പ്രാർത്ഥന സ്തുതി മാറ്റും. 2, ദൈവത്തിങ്കലേക്ക് തിരിയുക. പല ദേവീദേവന്മാരെ പലയിടങ്ങളിൽ പലതിനു വേണ്ടി ഓടി നടന്നെങ്കിൽ യേശുവിങ്കലേക്ക് മാത്രം തിരിയുക, നിന്റെ സ്തുതി മാറും. അവനിലൂടെ നിനക്ക് പാപമോചനമെന്ന സ്തുതിമാറ്റമുണ്ട്, രോഗസൗഖ്യമെന്ന സ്തുതിമാറ്റമുണ്ട്, ശാപവിമുക്തി എന്ന സ്തുതിമാറ്റമുണ്ട്, നിത്യജീവൻ എന്ന സ്തുതിമാറ്റമുണ്ട്. ടേൺ ടു ദ ലോർഡ്. കർത്താവിങ്കലേക്ക് തിരിയ്, നിന്റെ സ്തുതി മാറാൻ പോകുകയാണ്. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്ക്, നിന്റെ സ്തുതി മാറാൻ പോകുകയാണ്. സ്നാനത്തിലേക്ക് നയിക്കപ്പെട്, സ്തുതി മാറാൻ പോകുകയാണ്. അഭിഷേകത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്, നിന്റെ സ്തുതി മാറാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, സ്തുതി മാറ്റുന്ന കർത്താവിനെ ആവശ്യമുണ്ടോ? എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? വിവിധ സാഹചര്യത്തിൽ, വിവിധ മാധ്യമത്തിലൂടെ, ഈ ലൈവിൽ, വിവിധ മീഡിയയിലൂടെ, വിവിധ ഡിവൈസിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് പങ്കെടുക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ തല വണക്കിയ കുഞ്ഞ് നിന്നോട് പ്രവചിക്കുക, നിന്റെ സ്തുതി മാറും കേട്ടോ. തിരക്ക് പിടിച്ച യാത്രയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്ത്. ദൈവസന്നിധിയിൽ മാത്രം കരയ്. ലോകമനുഷ്യനോട് പറയില്ലേ, അവരത് കുത്തി നോവിക്കാൻ വാക്കുകളാക്കി, അമ്പുകളാക്കി രൂപപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ മാത്രം കര. അവൻ നിന്റെ പ്രാർത്ഥനാ വിഷയം ആരോടും പറഞ്ഞ് പരിഹസിക്കുകയല്ല കേട്ടോ. നിന്റെ കഷ്ടത മാറും, നിന്റെ അപമാനം തീരും. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്ത്. ഇന്ന് പകൽക്കാലം പലരെ നീ തേടി, പല ദൈവങ്ങളെ തേടി, പല വിഗ്രഹങ്ങളുടെ പുറകെ പോയി, പലതിനെയും ദൈവമെന്ന് വിളിച്ചെങ്കിൽ എന്തേ എനിക്ക് വിടുതലില്ല? പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞേ, കർത്താവ് നിന്നെ വിളിക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയെ, അവൻ നിന്റെ സ്തുതി മാറ്റും. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം തന്നെ ആ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ വിടുവിക്കുന്നുണ്ട്. ചില രോഗികളുടെ സ്ഥിതി മാറുക, ചില വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ചില അടഞ്ഞ സാമ്പത്തിക വഴികൾ തുറക്കപ്പെടുന്നു. ആത്മീയമായി ചില കൃപാവരങ്ങൾ ചിലരുടെ മേൽ കൈമാറുന്നു. അഭിഷേകത്തിന്റെ വലിയൊരു പുതപ്പ് ചിലർ ഏറ്റെടുക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പകലത് സംഭവിക്കട്ടെ. ചിലരുടെ ആത്മീയതയുടെ ബ്രേക്ക് ത്രൂ ഇന്ന് സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വേർതിരിക്കുക. ഒരു വലിയ കൃപ ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. എല്ലാ നിലവാരത്തിൽ ഇവർ സ്ഥിതി മാറിയവരായി എഴുന്നേൽക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ വിടുതലുകളും കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.